അസ്മാറുർ റുബൂബിയ്യത്തിനെ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ മനുഷ്യനിക്ക് എന്താകുക, കാണാനും കേൾക്കാനും ഒക്കെ കഴിയുക. ആ ഒരവസ്ഥ മനുഷ്യനിക്കുണ്ടാവുക. അതാണ് അള്ളാഹുവിലേക്കുള്ള വസൂൽ. ഈ വസൂലിനിക്ക് ഇങ്ങനത്തെ ഈ അവസ്ഥക്ക് ഒരു വിഭാഗത്തിനിക്ക് തീരെ തന്നെ കഴിയൂല. ഫയൻഖതിഉ ബിൽ ഹർകതി ഇലൽ ജിഹത്തി സുഫ്ല. അപ്പം അവൻ്റെ ചലനം പരിപൂർണമായിട്ടും എടുക്കണ കാരണം അതൊരു മൃഗത്തിൻ്റെ സ്വഭാവത്തിലേക്കോ, അത് ആലമുൽ മലായിക്കത്ത് മലക്കൂത്തിയാവുന്നതായ ആലമിലേക്കുള്ളതായ വസൂലിനിക്ക് അവനക്ക് സാധിക്കൂല. അത് സാധിക്കാത്തതായ ഒരു വിഭാഗം, അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഒരു വിഭാഗം. ഈമാനില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈമാനുള്ള ആളുകൾ തന്നെ ഇപ്പം നമ്മളൊക്കെ അതിൽപ്പെട്ടവരാ. നമ്മൾക്ക് മേൽപോട്ടുള്ളതായ ഹർക്കത്തിനിക്ക് നമുക്ക് സാധ്യമല്ല, അവിടേക്ക് ഉയരാൻ നമ്മൾക്ക് കഴിയണില്ല. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഒക്കെ ഉള്ളതുപോലെ ഇതാണ് ഒരു വിഭാഗം. ഇതിനെ സംബന്ധിച്ച് മഹാനാവുന്ന ഇബ്നു ഖൽദൂൻ തന്നെ രേഖപ്പെടുത്തിയത് വഹാദാ ഹുവൽ അഗ്ലബു വഹാദാ ഹുവ ഫിൽ അഗ്ലബി നിതാഖുൽ ഇദ്റാക്കിൽ ബശരി. മനുഷ്യന്മാർക്ക് ഭൂലോകത്തുള്ള പല സംഗതികളും മനസ്സിലാക്കാൻ കഴിയും. ആ മനസ്സിലാക്കുന്നതിൽ നിന്നിട്ട് അധികരിച്ച ആളുകളും ഈ ഇനത്തിൽപ്പെട്ടവരാണ്. അവർക്ക് എന്താവൂല, ഒന്നൂക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തതായ ചില അവരെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ ചില അസ്ബാബുകളുണ്ടാവും. ഇപ്പൊ കണ്ണ്, കാത്, മൂക്ക് എന്നൊക്കെ പറയണ മാതിരിക്ക് അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും. കണ്ണുകൊണ്ട് സാധാരണ ഈ കണ്ണുകൊണ്ട് കാണാൻ അല്ലാഹു ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിൻ്റെ ഉള്ളിലുള്ളതേ നമുക്ക് കാണാൻ കഴിയൂ. അതന്നെ ആ കണ്ണിനിക്ക് അതിൻ്റെ 100% കാഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ 100% അല്ലാഹു നിശ്ചയിച്ചതായ ആ ദൂരം ഒക്കെ കാണാൻ കഴിയും. നേരെ മറിച്ച് അതിൻ്റെ കാഴ്ചക്ക് കുറവുണ്ട് നോക്കുക. എന്നാൽ അത് 75, 50 അങ്ങനെ 25 പിന്നെ തീരെയും കാണാത്തവനുണ്ടാവും. കേൾവിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. അപ്പം സാധാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചതായ കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളതായ ചില അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ചില ആലാത്തുകൾ, ബാധ്യമാവുന്ന ആലാത്തുകൾ, ഭൗതികമാവുന്നതായ ഈ അവയവങ്ങൾ, അത് ഉപയോഗിച്ചു കൊണ്ടിട്ട് കാണാൻ കഴിയുക. ആ അവയവങ്ങളൊക്കെ അതിൻ്റെ സലാമത്തോടു കൂടി അതിനൊക്കെ ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചു കൊണ്ട് കാണാൻ കഴിയും. ഇതാണിപ്പോൾ ഒരു വിഭാഗം. ഈ വിഭാഗം എന്ന് പറഞ്ഞത് അതിൽപ്പെട്ടവരാണ് അധികരിച്ച ആളുകളും. മറ്റൊരു വിഭാഗമാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അല്ലാഹുവിൻ്റെ ഉഖ്റവിയാവുന്ന ഉലമാ. അവർക്ക് അങ്ങനല്ല. അവർക്ക് എന്തിന് കഴിയും? അവർക്ക് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ തന്നെ രേഖപ്പെടുത്തിയത് ഹുവ സിൻഫുൻ മുതവജ്ജിഹും ബിതിൽകൽ ഹർകത്തിൽ ഫിക്രിയ നഹ്വൽ അഖ്ലി റൂഹാനി വൽ ഇദ്റാകി അല്ലദി ലാ യഫ്തഖിറു ഇലൽ ആലാത്തിൽ ബദനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൽ നിക്ഷേപിച്ചതായ മനസ്സിലാക്കാനും കേൾക്കാനും വാസനിക്കാനും രുചിക്കാനും ഒക്കെ അല്ലാഹു നിശ്ചയിച്ചതായ ചില ആലാത്തുകളുണ്ട്. ആ ആലാത്തുകൾ ഉപയോഗിക്കാതെ കേൾക്കാനും, അത് ഉപയോഗിച്ചു അവർക്ക് കേൾക്കാം, അത് ഉപയോഗിക്കാതെയും കേൾക്കാനും കാണാനും കഴിയാം. അത് ഉപയോഗിക്കാതെ കേൾക്കാനും കാണാനും കഴിയുന്നതായ ഈ വിഭാഗം അവർക്ക് സാധാരണ നമ്മൾ മനുഷ്യന്മാർക്കുള്ളത് പോലെ തന്നെയുള്ള അവസ്ഥകളൊക്കെ അവർക്ക് അതുകൊണ്ടിട്ട് അവർക്ക് കണ്ണുകൊണ്ട് അവർക്ക് നമ്മൾ കാണുന്നത് പോലെ അവർക്കും കാണാൻ കഴിയും. അത് ഉപയോഗിക്കാതെയും അവർക്ക് കാണാൻ കഴിയുക. കാരണം എന്തുകൊണ്ട്? ബിമാ ജുഇല ഫീഹി മിനൽ ഇസ്തിഅദാദി ലിദാലിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തബീഅത്തിൽ അല്ലാഹു നിശ്ചയിച്ചതായ ഈ മാദിയാവുന്നതായ ഈ ഭൗതികമാവുന്നതായ ആലാത്തുകൾ, അതിൻ്റെ കാരണങ്ങളും അസ്ബാബുകളൊക്കെ ഉപയോഗിക്കാതെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നിക്ഷേപിച്ചതായ പ്രത്യേക ഒരു കഴിവുണ്ട്. അത് ഉപയോഗിച്ചു കൊണ്ടിട്ട് അവർക്ക് കേൾക്കാനും കാണാനും കഴിയാം. ഇതാണ് മഹാന്മാരാവുന്നതായ അല്ലാഹുവിൻ്റെ ഔലിയാ, മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഉഖ്റവിയായ ഉലമാ എന്നൊക്കെ പറയുന്നത്. വഹാദിഹി മദാരിക്കുൽ ഉലമാഇൽ ഔലിയാ അഹ്ലുൽ ഉലൂമി ദീനിയ്യ വൽ മആരിഫിർ റബ്ബാനിയ്യ. ഇതാണ് മഹാന്മാരാവുന്നതായ ഉഖ്റവിയാവുന്ന ഉലമാ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ പോലെ വലിയു ആവുക, ആലിമു ആവുക, അവർക്കുള്ളതായ അവസ്ഥയാണത്. ഇതൊന്നും അല്ലാത്ത മറ്റൊരവസ്ഥ ഉണ്ട്. ഈ അവസ്ഥയിലുള്ളവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. വസിൻഫുൻ മഫ്തൂറുൻ അലൽ ഇൻസിലാഖി മിനൽ ബശരിയ്യത്തി ജുംല ജിസ്മാനിയത്തുഹാ വ റൂഹാനിയത്തുഹാ ഇലൽ മലായിക
മിനൽ ഉഫ്ഖിൽ അഅല ലിയസീറ ഫീ ലംഹത്തിൻ മിനൽ ലംഹാത്ത് മലക്കൻ ബിൽ ഫിഅൽ വയഹ്സുലു ലഹു ശുഹൂദുൽ മലഇൽ അഅല ഫീ ഉഫ്ഖിഹിം വസമാഉൽ കലാമിൻ നഫ്സാനി വൽ ഖിതാബിൽ ഇലാഹി ഫീ തിൽക്കൽ അഹ്വാൽ വആഹുലാഹിൽ അംബിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ. അവരുടെ സ്വഭാവം എന്താ? വസിൻഫുൻ മഫ്തൂറുൻ അലൽ ഇൻസിലാഖി മിനൽ ബശരിയ്യ, മനുഷ്യന്റെ ഈ മനുഷ്യനിലുണ്ടാകുന്നതായ ഈ മാനുഷികമാവുന്നതായ ആ അവസ്ഥയിൽ നിന്നിട്ട് അവരെ പരിപൂർണമായിട്ട് അവരിൽ നിന്നിട്ട് അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ചു നിൽക്കുക. ജിസ്മാനിയത്തുഹാ വ റൂഹാനിയത്തുഹാ ഇലൽ മലായിക, അവരെ റൂഹും അവർക്കുള്ളതായ ശരീരവും ഇതൊക്കെ എന്താവുക എന്നറിയോ? ആ മലായിക്കത്തിന്റെ ആ റുതുബയിലേക്ക് അവർ ഉയരാണ്. ലിയസീറ ഫീ ലംഹത്തിൻ മിനൽ ലംഹാത്തി മലക്കൻ ബിൽ ഫിഅൽ. ചില അവസരങ്ങളിലൊക്കെ അവർ മലക്കന്നായിത്തീരുന്നു.